അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ നാം ഏവരും കൃത്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിഷയം മറ്റൊന്നുമല്ല, സമസ്തക്കാരെ, നിങ്ങൾ വഞ്ചിതരാണോ? നാം ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഇവിടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ഒന്നിൻ്റെ പേരിൽ മാത്രമാണ്, അതാണ് മതം. കാരണം സ്വർഗവും നരകവും പരലോക രക്ഷയും ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സംഘടനകളെയും നമ്മെ നയിക്കുന്ന പണ്ഡിതന്മാരെയും നമ്മൾ അന്ധമായി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവർ എന്ത് പറഞ്ഞാലും അത് ദീനാണെന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട സമസ്തയിലെ സുഹൃത്തുക്കളെ, നിങ്ങളോട് സ്നേഹത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന ഈ രീതിക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ? ഇസ്ലാമിൽ അന്ധമായ വ്യക്തിപൂജക്കോ സംഘടനാ പക്ഷാതാപത്തിനോ സ്ഥാനമുണ്ടോ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ വിഷയം പ്രമാണബദ്ധമായി നമുക്ക് പരിശോധിക്കുക തന്നെ ചെയ്യാം. ഇതിനായി നിങ്ങളുടെ മുന്നിൽ ഞാൻ 10 പ്രധാനപ്പെട്ട വസ്തുതകളും ഇസ്ലാമിന്റെ തെളിവുകളും സമർപ്പിക്കുകയാണ്. എന്തെല്ലാമാണ് ആ 10 കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം ശരിക്ക് നോട്ട് ചെയ്തോ സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്നാമത്തത് പറയട്ടെ, ഭൂരിപക്ഷത്തെ അന്ധമായി അനുകരിക്കല്. അതായത് ഭൂരിപക്ഷം ആളുകളും ഒരു വഴിയിലൂടെ പോകുന്നു എന്നതുകൊണ്ടോ നമ്മുടെ ഉസ്താദുമാരും മുൻഗാമികളും ആ വഴിയിലാണ് എന്നതുകൊണ്ടോ മാത്രം ഒരു കാര്യം സത്യമാകണമെന്നില്ല. അന്ധമായ ഈ അനുകരണത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമായി പറയുന്നത് കേട്ടോളൂ. അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, അതായത് ഖുർആനിലേക്ക് നിങ്ങൾ വരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു മാർഗത്തിലാണോ ഞങ്ങളെ വളർത്തിയത് അത് മാത്രം മതി ഞങ്ങൾക്ക് എന്ന്. അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിക്കാത്തവരും നേർവഴി പ്രാപിക്കാത്തവരും ആണെങ്കിൽ പോലും അവർ അവരെ പിന്തുടരുകയോ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെ നാം പറയാറുണ്ടോ? എങ്കിൽ നാം ഒന്ന് പഠനം നടത്തണം. രണ്ടാമത്തതായി പറയട്ടെ, പണ്ഡിതന്മാരെ അന്ധമായി പടച്ചോനാക്കുന്ന പരിപാടി. അതായത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കപ്പെടാൻ പാടില്ല. സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു മുൻകാല സമുദായങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കുക. അവർ അള്ളാഹുവിന് പുറമെ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി മാറ്റി. ഈ ആയത്ത് കേട്ടപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അവർ തങ്ങളുടെ പണ്ഡിതന്മാരെ ആരാധിക്കാറുണ്ടായിരുന്നില്ലല്ലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയത് അവർ ഹലാലാക്കുകയും ചെയ്തപ്പോൾ ജനം അത് അന്ധമായി അനുസരിച്ചില്ലേ? അതുതന്നെയാണ് അവരെ ആരാധിക്കൽ. തിർമിദി പരിശോധിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തർക്കും മനസ്സിലാകും സുഹൃത്തുക്കളെ. അടുത്തതായി മൂന്നാമത്തത് പറയട്ടെ. എന്താണ് മൂന്നാമത്തത് എന്ന് കേട്ടു നോക്കുക. പരമമായ അനുസരണം അള്ളാഹുവിനും റസൂലിനും മാത്രം. പരമമായ അനുസരണം അള്ളാഹുവിനും റസൂലിനും മാത്രം. അതായത് മതപരമായ കാര്യങ്ങളിൽ അന്തിമമായ വിധി തീർപ്പ് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമാണ്. അതിനു മുകളിൽ മറ്റൊരു സംഘടനയുടെയോ മുശാവറയുടെയോ തീരുമാനങ്ങൾക്ക് സ്ഥാനമില്ല. സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നതൊന്ന് കേട്ടു നോക്കൂ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, പ്രവാചകനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുവിൻ. പണ്ഡിതന്മാരെ അനുസരിക്കേണ്ടത് അവർ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് നമ്മെ നയിക്കുമ്പോൾ മാത്രമാണ്. അവർ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തിരുത്താൻ അണികൾക്ക് ബാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാലാമത്തത് പറയുകയാണ്, കക്ഷിത്വവും
ഗ്രൂപ്പിസവും ഇസ്ലാം വിലക്കുന്നു. എല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുക. നാലാമത്തത് ശരിക്ക് കേട്ടു നോക്കൂ. കക്ഷിത്വവും ഗ്രൂപ്പിസവും ഇസ്ലാം വിലക്കുന്നു. അതായത് ഞങ്ങൾ സമസ്തക്കാരാണ്, ഞങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരെല്ലാം കാഫിറുകളോ ബിദ്അത്തുകാരോ ആണ് എന്ന് പറയുന്ന സംഘടനാ പക്ഷപാതിത്വം ഇസ്ലാമികന് വിരുദ്ധമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനെ വിശുദ്ധ ഖുർആൻ വിലക്കുന്നത് കേട്ടു നോക്കുക. സൂറത്തു ആൽ ഇമ്രാനിലെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമായി പറയുകയാണ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിൽ, അതായത് മതത്തിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അടുത്തത് 5-ാമത്തെ കാര്യം, വ്യക്തിപൂജയും അതിരുകടക്കലും. തങ്ങളുടെ ഉസ്താദുമാർക്കോ തങ്ങൾ ജീവിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കോ തെറ്റുപറ്റില്ല എന്ന് വിശ്വസിക്കുന്നതും അവർക്ക് അമാനുഷിക കഴിവുകൾ കൽപ്പിച്ചു നൽകുന്നതും ഇസ്ലാമിക വിശ്വാസത്തിന് അഖീദയ്ക്ക് വിരുദ്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനും പറഞ്ഞു. ഇത് വെറും ഒരു തമാശക്ക് പറയുന്നതല്ല, വിശുദ്ധ ഖുർആനാണ്. സഹീഹുൽ ബുഖാരിയിൽ വന്ന കാര്യം കേട്ടു നോക്കുക. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അതിരുകവിഞ്ഞ് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രമാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ദാസനെയും അവൻ്റെ ദൂതനെയും നിങ്ങൾ എന്നെ വിളിച്ചുകൊള്ളുക. അതായത് എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെന്ന് വിളിച്ചുകൊള്ളൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന് പോലും നൽകാത്ത പദവികൾ ഇന്ന് നമ്മൾ സംഘടനയിലെ ഉസ്താദുമാർക്ക് നൽകുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. സുഹൃത്തുക്കളെ, ഓർത്തുകൊള്ളുക. അടുത്തതായി 6-ാമത്തെ കാര്യം, അതായത് മതത്തിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കൽ. ഇസ്ലാം പൂർത്തിയായ മതമാണ്. അതിലേക്ക് സംഘടനകൾ സ്വന്തം വകയായി പുതിയ ആചാരങ്ങളോ ചടങ്ങുകളോ കൂട്ടിച്ചേർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബകളിൽ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഹദീസ് ഇതാണ്: കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടവയാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, അതായത് അനാചാരങ്ങളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളുമാണ്. വഴികേടുകളെല്ലാം നരകത്തിലുമാണ്. സഹീഹ് മുസ്ലിമിലാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാളുകളിൽ നടന്നു വരുന്ന ഹദ്ദാദ് റാത്തീബ്, കുത്താ റാത്തീബ്, റിഫാഹി മാല, മുഹിയുദ്ദീൻ മാല, നബിദിനാഘോഷം, അങ്ങനെയുള്ള ആയിരക്കണക്കിന് മജ്ലിസുൻ നൂർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളാണ്. അതായത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അവസാനം പറയുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അതായത് ഇസ്ലാമിനെ അല്ലാഹു തആല പൂർത്തിയാക്കി തന്നതാണ്. ഇനി നിങ്ങളുടെ വകയായി അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറക്കാനോ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഈ കാര്യം അല്ലാഹുവിൻ്റെ പ്രവാചകൻ എല്ലാ ഖുതുബകളിലും ആദ്യം തന്നെ പ്രസംഗിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രസംഗം? കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് അള്ളാഹുവിൻ്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടവയാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അമ്മാതിരി അത്രയും ജനങ്ങൾ ബഹുമാനിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളുമാണ്. വഴികേടുകളെല്ലാം നിങ്ങളെ കൊണ്ടെത്തിക്കുക ആളിക്കത്തുന്ന നരകത്തിലുമാണ്. സഹീഹ് മുസ്ലിം മനസ്സിലാക്കുക. അടുത്തതായി 7-ാമത്തെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സ്വന്തം പ്രമാണങ്ങൾ മറിച്ചു നോക്കാനുള്ള മടി. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ പ്രസ്ഥാനത്തിന്, ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന് സ്വന്തം കിതാബായ വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കാനുള്ള പേടി. എന്തിനാണ് ഇവർ പേടിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ കാണുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് വിറയൽ കൊള്ളുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ വിശുദ്ധ
വിശുദ്ധ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാൻ എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇതിന്റെ അർത്ഥങ്ങൾ പഠിക്കാൻ ഇവർ ബുദ്ധിമുട്ടുന്നത്? എന്തുകൊണ്ടാണെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഖുർആനും ഹദീസും നേരിട്ട് വായിച്ചാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഉസ്താദുമാർ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന ന്യായം അള്ളാഹുവിന്റെ മുന്നിൽ വില പോവില്ല. ഖുർആൻ എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി ഇറക്കിയതാണെന്ന് അള്ളാഹു തന്നെ പറയുകയാണ് സൂറത്തുൽ മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിലൂടെ. അള്ളാഹു ചോദിക്കുന്നത് എന്താണ്? അവർ ഖുർആനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തുകൊണ്ട് അവർ ഖുർആനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല? അത് ഉസ്താദുമാരോടാണോ ഖുർആൻ പറയുന്നത്? അല്ല, ഈ ലോകത്ത് ജനിച്ച ഏതൊരാളോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അവർ ഖുർആനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങൾ പൂട്ടി വെച്ചിരിക്കുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നത്. അപ്പോൾ ഖുർആൻ പഠിക്കല് ഏതൊരാളുടെയും നിർബന്ധ കാര്യമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എവിടെ പോയി പഠിക്കാൻ സാധിക്കുമോ അവിടെ പോയി പഠിക്കണം. കാരണം വിശുദ്ധ ഖുർആനെ കുറിച്ച് നാളെ ഖബറിൽ ചോദ്യമുണ്ട്. മാലമൗലൂദുകളെ കുറിച്ച് ഖബറിൽ ചോദിക്കില്ല. ഹദ്ദാദ് ചൊല്ലിയോ ചോദിക്കില്ല, മജ്ലിസ് നൂർ നടത്തിയോ ചോദിക്കില്ല, മരണപ്പെട്ടവരെ 3 നടത്തിയോ 12 നടത്തിയോ 40 നടത്തിയോ ചോദിക്കില്ല. പക്ഷേ നിങ്ങളോട് ചോദിക്കും, നീ ആരെ ഇമാമാക്കിയാണ് ജീവിച്ചത്? അവിടെ നീ ഷാഫി ഇമാം എന്നാണോ പറയേണ്ടത്? ഒരിക്കലുമല്ല. അവിടെ നീ ഖബറിൽ പറയണം, എന്റെ ഇമാം ഖുർആനാണ്, ഖുർആനു ഇമാമി, ഈ ഖുർആനെ ഇമാമാക്കിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സമസ്തയുടെ അനുഭാവിക്ക് ഞാൻ ഖുർആൻ മാതൃകയാക്കിയിട്ടാണ് ജീവിക്കുക എന്ന് പറയാൻ സാധിക്കുമോ? എങ്ങനെ സാധിക്കും? ചിന്തിച്ചു നോക്ക് സുഹൃത്തുക്കളെ. നമ്മൾ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? ഇവർ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ തന്നെ 5-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് എന്താണ് വ്യക്തമാക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ. ഈ ആയത്ത് പാരായണം ചെയ്യാൻ അറിയുമെങ്കിൽ, ഇതിന്റെ അർത്ഥം നാം ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നാം ഈ പ്രസ്ഥാനത്തിൽ നിലകൊള്ളില്ലായിരുന്നു എന്നേ നമ്മൾ അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനായ സലഫി പ്രസ്ഥാനത്തിലേക്ക് മാറുമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഈ നരകത്തിലേക്ക് ആഞ്ഞു കൊണ്ടുപോകുന്നത്? എന്തിനാണ് നരകക്കുണ്ടിൽ ചാടാൻ വേണ്ടി ആവശ്യമില്ലാത്ത നൂലാമാലകളെല്ലാം കെട്ടിക്കൊണ്ട് ഇസ്ലാമിനെ തന്നെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം തൗഹീദ്, അതായത് ഖുർആനാണ്. തൗഹീദിൽ അടിയുറപ്പിച്ച് ജീവിക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള് എങ്ങനെയാണ് മമ്പുറന്തങ്ങളിലേക്കും അജ്മീർ ഖാജയിലേക്കും മൊഹീദ്ദീൻ ഷെയ്ഖിലേക്കും മമ്പുറത്തെ തങ്ങളിലേക്ക് കമ്മുപ്പാപ്പാന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുക? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തട്ടി, അതായത് ജനങ്ങളെ ഖുർആനിൽ നിന്നും അകറ്റിക്കൊണ്ട് ഔലിയാക്കളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്ത് തന്നെയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂറത്ത് തൗബയിലെ 34-ാമത്തെ ഒരു ആയത്തുണ്ട്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്താണ് 34-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വർ-റുഹ്ബാൻ. എന്താണ് അതിന്റെ അർത്ഥം? വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെ പേരും നിങ്ങളുടെ ധനം അവിഹിതമായി ഭക്ഷിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ സമസ്തക്കാരെ, നിങ്ങൾ ഈ പറയുന്നത് അള്ളാഹു പറയുന്നത് ആരെ കുറിച്ചിട്ടാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് പണ്ഡിതന്മാരെന്നല്ല അള്ളാഹു പറയുന്നത്, അധിക പേരും നിങ്ങളുടെ ധനം ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ അള്ളാഹുവിൽ നിന്നും അകറ്റിക്കൊണ്ട് ഔലിയാക്കളിലേക്ക് കൊണ്ടുപോകുന്നു. ശരിയല്ലേ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്? ഇനി നമുക്ക് 8-ാമത്തെ കാര്യത്തിലേക്കൊന്ന് കടക്കാം. എന്താണ് 8-ാമത്തെ കാര്യം എന്നൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പണത്തിനും പദവിക്കും വേണ്ടിയുള്ള മതവിൽപ്പന ഇന്ന് നാം കാണുന്നുണ്ടോ? സലഫികളാണോ പണത്തിന് വേണ്ടി മതത്തെ കച്ചവടമാക്കുന്നത്? ഔലിയാക്കളെ കച്ചവടമാക്കുന്നത് ആരാണ്? ആരാണ് ഇന്ന് ഔലിയാക്കളെ കച്ചവടമാക്കുന്നത്? ജാറങ്ങളിൽ കച്ചവടം നടത്തുന്നത് ആരാണ്?
നിങ്ങൾ തിരുവനന്തപുരം ഭീമാപള്ളിയിൽ പോയി നോക്കുക. ഒരു വർഷത്തിന് 18 കോടി രൂപക്കാണ് ജാറം വിറ്റഴിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ കൊല്ലവും നടക്കുന്ന ചന്ദനക്കുടം നേർച്ചയ്ക്ക് വേണ്ടി ആ ജാറം വിൽക്കുകയാണ്, ലേലം വിളിക്കുകയാണ്. 18 കോടി രൂപ മുടക്കിയിട്ടാണ് ആ ജാറം ലേലം ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. 18 കോടിക്ക് ആ ജാറം വിൽപ്പന നടത്തിയിട്ടെങ്കിൽ ആ ഒരു കൊല്ലം കൊണ്ട് അവർ എത്ര കോടി വരുമാനമുണ്ടാക്കും? ചന്ദനക്കുടം തലയിലേറ്റിക്കൊണ്ട് തവാഫുണ്ട് അവിടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രത്തോളം ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഈ പ്രസ്ഥാനത്തിൽ നിന്നും എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ വിനീതന്റെ ഈ ഒരു വാക്ക് കേട്ടുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പ്രസ്ഥാനം നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 100% എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന്, അവരുടെ ബന്ധം മുഴുവൻ ഷിയാക്കളുമായിട്ടാണ് എന്ന് അരക്കെട്ടുറപ്പിക്കുകയാണ് ഈ ഖുർആന്റെ 10 വചനങ്ങളിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് പല മത നേതാക്കളും സംഘടനയുടെ പദവികൾക്ക്, ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി സത്യം മൂടിവെക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ വിശുദ്ധ ഖുർആൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു നോക്കൂ. സൂറത്തുൽ ബഖറയിലെ 174-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നതൊന്ന് കേട്ടു നോക്കുക. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും അതിന് പകരമായി തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ വയറുകളിൽ അഗ്നിയല്ലാതെ മറ്റൊന്നും നിറക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് ചോദിക്കും. അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ പരിശുദ്ധരാക്കുകയോ ഇല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്താണ് സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതുകൊണ്ടാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം നിങ്ങളിൽ നിന്നും ഖുർആനെ അകറ്റുന്നത്. പരിഭാഷ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ് സുഹൃത്തുക്കളെ. ഈ വിനീതൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളിയും. നിങ്ങളോട് ഖുർആൻ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ആയത്തുകളും ഈ പ്രസ്ഥാനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയോ കാര്യം നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഇനി 9-ാമത്തെ കേട്ടോളിയും. സത്യം മനസ്സിലാക്കിയിട്ടും അഹങ്കാരം കാരണം മുഖം തിരിക്കുന്നവരെ പറ്റിയാ പറയുന്നത്. അതായത് സത്യം മനസ്സിലാക്കിയിട്ടും കൊല്ലത്തിൽ കിട്ടുന്നൊരു ചെമ്പ് ബിരിയാണി ആലോചിച്ച്, കൊല്ലത്തിൽ കിട്ടുന്നൊരു ചെമ്പിറച്ചിയുടെ രുചിയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കച്ചവടം ചെയ്യുന്നവരെ, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ റബീഉൽ അവ്വൽ 12-നോ അങ്ങനെയുള്ള നേർച്ച ദിവസമോ നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിച്ചൂടെ? എന്തിനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് ആഘോഷിക്കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പോകുന്നത്? അതുപോലെ ബദർ 17-ന് റബീഉൽ അവ്വൽ റമളാൻ മാസം 17-ന് പട്ടിണി കടന്നുകൊണ്ട് മരണപ്പെട്ടു പോയ, ഷഹീദായി പോയ സഹാബികളെ ഓർക്കാതെ അവർ ചെയ്യുന്നത് നല്ല മൂരിക്കുട്ടിയെ കൊണ്ടൊന്ന് അറുക്കുകയാണ്. എന്നാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതാണ് പറയുന്നത്, സത്യം മനസ്സിലാക്കിയിട്ടും അഹങ്കാരം കാണിക്കുന്നത്. തങ്ങളുടെ സംഘടനയുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടിട്ടും സംഘടനയോടുള്ള അന്ധമായ കൂറും അഹങ്കാരവും കാരണം അത് അംഗീകരിക്കാൻ മടിക്കുന്നവർ കടുത്ത വഞ്ചനയിലാണ് എന്ന് ഞാൻ പറയുന്നതല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. കേട്ടു നോക്കൂ. അഹങ്കാരം എന്നാൽ സത്യത്തെ നിഷേധിക്കലും മനുഷ്യരെ നിസ്സാരമാക്കലുമാണ്. സഹീഹ് മുസ്ലിമിലാണ്. അഹങ്കാരം എന്നാൽ സത്യത്തെ നിഷേധിക്കലും മനുഷ്യരെ നിസ്സാരമാക്കലുമാണ്. അടുത്തതായി അവസാനിപ്പിക്കുകയാണ് 10-ാമത്തെ കാരണം. 10-ാമത്തത്, ഈ പറയപ്പെട്ട 10 കാര്യങ്ങളും സമസ്തക്ക് അനുകൂലമാണോ അതോ സമസ്തക്കെതിരാണോ എന്ന് ബുദ്ധിയുള്ള എൻ്റെ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഖബർ ജീവിതം രക്ഷപ്പെടും. അതായത് പരലോകത്ത് നാം എല്ലാവരും ഭീകരമായ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണ് ആ രംഗം? അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഇത്തരത്തിൽ സംഘടനകളുടെയും നേതാക്കളെയും അന്ധമായി അനുസരിച്ച് പരലോകത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 67, 68 ആയത്തുകളിൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യർ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയുന്ന വാചകം ഇങ്ങനെയാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴി
മഹ്ശറിൽ വെച്ച് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന വർത്തമാനമാണിത്. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് അവിടെ ഞങ്ങളുടെ കാലുകളിൽ വെച്ച് അവരെ ചവിട്ടി അരക്കണമേ എന്ന് അവിടെ വെച്ച് നമ്മൾ പറയും. ഈ പണ്ഡിതന്മാരെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പൊന്നാര ഉമ്മമാരെ, കഴുത്തിൽ ഒരു പച്ച ഷാള് കെട്ടിയത് കൊണ്ടോ, ഒരു 40 അടി നീളമുള്ള ഒരു തലയിൽ ഒരു മുണ്ട് കെട്ടിയത് കൊണ്ടോ ഒരു മുസ്ലിം പണ്ഡിതനാവുകയില്ല. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആനിന് നേരെ എതിരായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്, ഈ സമസ്ത എന്ന പിന്തിരിപ്പിന് പ്രസ്ഥാനത്തിന് നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് നാം നിങ്ങളോട് ഓരോരുത്തരും പറയുകയാണ്. അത്രത്തോളം ഭീകരമായ നരകക്കുണ്ടിലേക്കാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ജനങ്ങളെ കൊണ്ടുപോകുന്നത്. പച്ചക്ക് ഞാൻ പറയുകയാണ്, സമസ്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ യാതൊരു കാര്യവും സമസ്തയിലില്ല ഉമ്മമാരെ. സമസ്ത എന്നത് വഞ്ചനകളുടെയും ജനങ്ങളെ വഞ്ചിച്ച് നരകക്കുണ്ടിലേക്ക് താഴ്ത്തിക്കളയുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. വിശുദ്ധ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കൂ ഉമ്മമാരെ. വിശുദ്ധ ഖുർആൻ എന്താണ് ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഓരോ ആയത്തുകളിലൂടെ വ്യക്തമാകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, നാറ്റക്കോയമാരുടെ കാലമാണ്. അടിക്കടി നാറ്റക്കോയമാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ നാറ്റക്കോയകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ചതിച്ച് വഞ്ചിച്ച് ജനങ്ങളുടെ പണം സമ്പാദിച്ചുകൊണ്ട് യതീമക്കളെ സഹായിക്കാനാണെന്ന പേരിൽ 40 കോടിയും 50 കോടിയും പിരിച്ചിട്ട് അതിൽ നിന്ന് 1 കോടി പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് യതീമക്കളുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു ഈ നാറ്റക്കോയ. നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങളെ അന്ധകാരത്തിന്റെ കൂരിരുട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അന്തമില്ലാത്ത അന്ധവിശ്വാസമായി നൂലും ചരടും മന്ത്രവാദവുമായി ജനങ്ങളെ ഇസ്ലാമിലെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിനെ നാം ഏവരും മനസ്സിലാക്കണം. അത്രയ്ക്ക് അർത്ഥദായമായി ഞാൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 10 ആയത്തുകൾ നിങ്ങൾ കേട്ടു. ഈ പ്രസ്ഥാനത്തിനെതിരെ അല്ലാഹു തആല പറഞ്ഞ 10 ആയത്തുകളാണ് നിങ്ങൾ ഈ കേട്ടത്. 10 കാര്യങ്ങൾ സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ 10 ആയത്തുകൾ മനസ്സിലാക്കി തന്നത്. എന്റെ ഉമ്മമാരെ, ഇനിയെങ്കിലും ഒരു പുനർചിന്തക്ക് നിങ്ങൾ തയ്യാറാകണം. ഈ പ്രസ്ഥാനം കൊല്ലം കൂടുന്തോറും ഓരോ ഇനിതാ നബിദിനാഘോഷം വരാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ദിവസമാണ് ഇവരിത് ആഘോഷിക്കുന്നത്. ഈ വലിയ മനുഷ്യന്മാർ 40ഉം 50ഉം വയസ്സ് പ്രായമുള്ള ആളുകൾ ദഫ് കൊട്ടിയിട്ടും ഊരകുലുക്കിയിട്ടും പെണ്ണുങ്ങളുടെ ഇടയിൽ ആളാവാൻ വേണ്ടി ഡാൻസ് കളിച്ചിട്ടും കണ്ണടകൾ വെച്ചിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന ഇവർക്കിത് സത്യമറിയാത്തത് കൊണ്ടാണ് ഈ പണ്ഡിതന്മാർ ഒന്നും മുണ്ടും ചെയ്യില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ദിവസമാണ് സുഹൃത്തുക്കളെ റബീഉൽ അവ്വൽ 12 എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ സമസ്തക്കാര് എല്ലാ വെള്ളിയാഴ്ചകളും പാരായണം ചെയ്യുന്ന ഖുത്ബയുണ്ടല്ലോ, അതായത് റബീഉൽ അവ്വൽ മാസം പാരായണം ചെയ്യുന്ന ഖുത്ബയുടെ പേരെന്താണെന്ന് അറിയുമോ? നബാത്തി ഖുത്ബയാണ് ഈ സമസ്തക്കാർ പാരായണം ചെയ്യാറുള്ള ഖുത്ബ. നബാത്തി ഖുത്ബ. എന്താണ് നബാത്തി ഖുത്ബയുടെ പേര്? നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം, ഇന്റർനെറ്റിൽ നിന്ന് തെരഞ്ഞു നോക്കാം, നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ വെള്ളിയാഴ്ച ദിവസം റബീഉൽ അവ്വൽ മാസം വെള്ളിയാഴ്ച 5 വെള്ളിയാഴ്ച വരും, അല്ലെങ്കിൽ 4 വെള്ളിയാഴ്ച വരും. ഈ വെള്ളിയാഴ്ചകളിൽ ഇവർ പ്രസംഗിക്കുന്ന, ഇവരുടെ മിമ്പറിൽ ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വഫാത്ത് എന്നാൽ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അന്ന് മക്കയിലും മദീനയിലും ജനങ്ങളെ കരഞ്ഞതും കണ്ണ് കുത്തിപ്പൊട്ടിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഖുത്ബയിൽ പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ ഓതിയാലല്ലേ ഖുത്ബ മനസ്സിലാകൂ. ഇത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഒച്ച മാത്രമേ നമുക്ക് കേൾക്കൂ. അതായത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഖുത്ബ ഓതേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഷ അറബി ആയതുകൊണ്ട് അറബിയിൽ തന്നെ ഖുത്ബ ഓതണമെന്ന് ആരും നമ്മോട് കൽപ്പിച്ചിട്ടില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ പറയുന്ന എത്രയോ പ്രവാചകന്മാരുണ്ട്. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് ഉണ്ട്. അതിൽ 4 പ്രവാചകന്മാർക്ക് മാത്രമേ അറബി അറിയുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാർ ഏത് ഭാഷയിലായിരിക്കും തല നിർവഹിച്ചിട്ടുണ്ടാകുക? മനസ്സിലാക്കിക്കൂടെ? അതായത് ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം എന്നാണ്, പ്രബോധനം എന്നാണ് അതിന്റെ അർത്ഥം. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് വെള്ളിയാഴ്ച പള്ളികളിൽ വരുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുക. ഇത് ഒരു ശബ്ദം മാത്രമാണ് അവർ കേൾക്കുന്നത്. അതിങ്ങനെ അവിടെ ബൈക്കയുടെ ഒച്ചങ്ങനെ കേൾക്കുക, അത് കേട്ട് അങ്ങനെ ഉറങ്ങുന്നല്ലാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ 10 ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇത് അവഗണിച്ചുകൊണ്ട്
ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിൽ 25 പ്രവാചകന്മാരുടെ പേര് ഉണ്ട്. അതിൽ 4 പ്രവാചകന്മാർക്ക് മാത്രമേ അറബി അറിയുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാർ ഏത് ഭാഷയിലായിരിക്കും തല നിർവഹിച്ചിട്ടുണ്ടാകുക? മനസ്സിലാക്കിക്കൂടെ? അതായത് ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം എന്നാണ്, പ്രബോധനം എന്നാണ് അതിന്റെ അർത്ഥം. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് വെള്ളിയാഴ്ച പള്ളികളിൽ വരുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുക. ഇത് ഒരു ശബ്ദം മാത്രമാണ് അവർ കേൾക്കുന്നത്. അതിങ്ങനെ അവിടെ മൈക്കയുടെ ഒച്ചങ്ങനെ കേൾക്കുക, അത് കേട്ട് അങ്ങനെ ഉറങ്ങുന്നല്ലാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ 10 ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇത് അവഗണിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് ഉമ്മമാരെ, ഉപ്പമാരെ, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും നിങ്ങൾ ഇത് അവഗണിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനെ നിങ്ങൾ കാലിനടിയിലിട്ട് ചവിട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് ഈ സഹോദരന്റെ വാക്ക് കേട്ടിട്ടും പോകുന്നതെങ്കിൽ, ഒരു പുനർചിന്തന നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഓരോ ദിവസവും തട്ടിപ്പുകളിലൂടെ കാണുന്നില്ലേ? ഓരോ ദിവസം അറസ്റ്റിലാകുന്ന ഉസ്താദുമാരുടെ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. എത്രയോ പെൺവാണിഭങ്ങളിലൂടെയും എന്തെല്ലാം കാര്യങ്ങൾ, കഞ്ചാവ് കച്ചവടം, ലഹരി കച്ചവടം, കള്ളത്തങ്ങന്മാര്, വ്യാജസിദ്ധന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എത്രയോ തങ്ങന്മാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഈ സഹോദരൻ പറഞ്ഞു തന്നിട്ടും ഒന്നുകൂടി പറഞ്ഞു തരാം. വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെ പേരും നിങ്ങളുടെ ധനം അവിഹിതമായി ഭക്ഷിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മമാരെ, അവിഹിതമായി നിങ്ങളുടെ ധനം അവർ ഭക്ഷിക്കുകയാണ്. ഇത് ചെയ്യുന്നത് മുജാഹിദികളാണോ? ആണോ? മുജാഹിദീങ്ങളാണോ നിങ്ങളുടെ പണം ഭക്ഷിക്കുന്നത്? എന്നിട്ട് അള്ളാഹു അവിടെ അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹ് പറയുകയാണ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. കമ്മുപ്പാപ്പ, തായിപ്പാപ്പ, ആറ്റപ്പാപ്പ, നാറ്റക്കോയ എന്ന് പറഞ്ഞ ജാറങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകും ഇവർ. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റി നാളെ ആളിക്കത്തുന്ന നരകക്കുണ്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിടുന്ന സമയത്താണ് നിങ്ങൾ അവിടെ വെച്ച് ഉസ്താദുമാരെ ശപിക്കുക. അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഈ ആയത്ത് കേട്ടില്ലേ? എന്താ പറയുക? നീ അല്ലാഹുവേ, നീ ഈ പണ്ഡിതന്മാർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേന്ന്. ഇത് അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി പോയാൽ എന്റെ ഉമ്മമാർക്ക് കൊള്ളാം. ഈ സഹോദരൻ പറയുന്ന ഈ വാചകങ്ങള് 10 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ 10 കാര്യം മാത്രമായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഒന്ന്, ഭൂരിപക്ഷത്തെ അന്ധമായി അനുകരിക്കരുത്. പണ്ഡിതന്മാരെ അന്ധമായി റബ്ബുകളാക്കരുത്. പരമമായ അനുസരണം അള്ളാഹുവിനും റസൂലിനും മാത്രമാണ്. കക്ഷിത്വവും സംഘടനാ പക്ഷാപാതിത്വവും വേണ്ട. വ്യക്തിപൂജയും പുകഴ്ത്തലും അതിരുകടക്കലും വേണ്ട. ദീനിൽ പുതിയ ആചാരങ്ങൾ വേണ്ട. സ്വന്തമായി പ്രമാണങ്ങൾ പരിശോധിക്കാനുള്ള മടി വേണ്ട. പണത്തിനും പദവിക്കും വേണ്ടി മതം വിൽക്കുന്ന കച്ചവടം വേണ്ട. സത്യം മനസ്സിലാക്കിയിട്ടും അഹങ്കാരം കാരണം മുഖം തിരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് വേണ്ട. പരലോകത്തെ ഭീകരമായ ഖേദം ഓർത്ത് അവിടെ പോയി വിരൽ കടിക്കുന്ന മനുഷ്യന്മാരാകരുത് നമ്മള്. ഇങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിന്ന് വിശദമാക്കി തന്നത്. ഇനിയും ഇത് മനസ്സിലാക്കാത്ത ഉമ്മമാരെ, ഉപ്പമാരെ, ഇസ്ലാമല്ല, സമസ്ത ഇസ്ലാമല്ല, സമസ്ത മുസ്ലിമല്ല. സമസ്ത എന്നത് അക്ഷരാർത്ഥത്തിൽ ഷിയാക്കളുടെ ഒരു കോട്ട തന്നെയാണ്. ഷിയാക്കളിൽ നിന്നും കത്തി ഉയർന്ന, ജ്വലിച്ചുയർന്ന പ്രസ്ഥാനമാണ് സമസ്ത. കാരണം കേരളത്തിൽ ആദ്യമായി വന്നത് മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചു നോക്കിയാലും മനസ്സിലാകും, ഐക്യ സംഘടന എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി വന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അതിൽ നിന്നും ജാറ വ്യവസായം നടത്താൻ വേണ്ടിയും കള്ളക്കച്ചവടങ്ങൾ നടത്താൻ വേണ്ടിയും 4 പേർ തെറ്റിപ്പിരിഞ്ഞുണ്ടാക്കിയതാണ് ഈ സമസ്ത കേരള. മനസ്സിലായോ? എന്നിട്ട് ഇവർ പറഞ്ഞു, സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് ആമീൻ പറഞ്ഞു എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് ഇവർ പ്രാർത്ഥിപ്പിക്കുക പോലും ചെയ്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടാണത്രേ സമസ്ത കേരള ഉണ്ടാക്കിയത്. ബുദ്ധിയുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കി കൂടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായിട്ട് ഒരു പ്രാവശ്യം പോലും ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നിട്ടില്ല. നബി
നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി പട്ടിണി കിടന്നിട്ട് പോലും ആയിഷ ബീവിയുടെ അടുക്കൽ അള്ളാഹിന്റെ പ്രവാചകൻ വന്നിട്ടില്ല. എന്നിട്ട് ഈ സമസ്തക്കാരുടെ അടുക്കലേക്ക് അള്ളാഹിന്റെ പ്രവാചകൻ വന്നിട്ട് സമസ്ത കേരളം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നാ പറയുന്നത്. അന്തമില്ലേ സുഹൃത്തുക്കളെ? ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്? അതുകൊണ്ടും നിർത്തിയില്ല. പിന്നീട് ഇവർ പറയുകയാണ്, അതായത് സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുമ്പത്തെ കസാലിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല, അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനന സമയത്ത് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്ന സമയത്ത് നട്ട് ഉച്ചയ്ക്ക് ആകാശത്ത് നക്ഷത്രത്തെ കണ്ടു എന്നാണ് വിഡ്ഢികളായ ഈ സമസ്തക്കാർ പറയുന്നത്. നട്ടുച്ചയ്ക്ക് നക്ഷത്രം കാണുമോ? നട്ടുച്ചയ്ക്ക് നക്ഷത്രം കാണുമോ? ഉമ്മമാരെ ചിന്തിച്ചു നോക്ക്. വരക്കൽ മുല്ലക്കോയ പ്രസവ സമയത്ത് അയാൾ ചിലപ്പോ പെരിയിലാക്കരം മൂളത്തെ ഓടല്ലേ കാണുക, പിന്നെ എങ്ങനെയാണ് ഈ നക്ഷത്രം കാണുന്നത്? ഇയാൾ പ്രസവിക്കുമ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളായിട്ടാണോ ജനിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ആകാശത്ത് നട്ടുച്ചക്ക് സൂര്യന്റെ തൊട്ടുപുറത്തായി നക്ഷത്രത്തിനെ കണ്ടുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. സൂര്യന്റെ തൊട്ടുപുറത്ത് നക്ഷത്രം ഉച്ചാൽ കാണുമോ? സൂര്യന്റെ വെളിച്ചം കൊണ്ട് നക്ഷത്രത്തിന് കാണാൻ സാധിക്കുമോ? എത്രങ്ങാനും പച്ചക്കള്ളമാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം നമ്മളിലൂടെ എത്തിയത്. അതുപോലെ മമ്പുറത്തൊരു മൂച്ചിയുണ്ട് എന്ന് ഏതോ ഒരാളിന് ഗർഭമായിക്കൊണ്ട് മമ്പുറം തങ്ങൾ അടുക്കൽ പോയി പരാതി പറഞ്ഞു തരേ. അപ്പൊ മമ്പുറം തങ്ങൾ പറഞ്ഞു തരേ, ഇജ്ജ് പോയിട്ട് ആ മൂച്ചിമ്മ കെട്ടിയെന്ന് പിടിച്ചു പറഞ്ഞു തരേ. അങ്ങനെ ആ മൂച്ചിക്ക് ഗർഭമുണ്ടായി എന്നാ പറയുന്നത്. എന്തെല്ലാം അവസ്ഥ! ആ മൂച്ചി 10 കൊല്ലം മുമ്പ് ആ മൂച്ചി ചെതലരിച്ചിട്ട് മുറിഞ്ഞുപോയി. അന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയും പുറത്തിയാടിയില്ല, ഒരു തുള്ളി രക്തക്കറ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇവർ പറഞ്ഞു പരത്തുന്ന കള്ളങ്ങള്. നമ്മുടെ അടുത്ത പ്രദേശമായ നാട്ടുകല്ലിൽ ഒരു ജാറമുണ്ട്, ഇവിടെ ഒരു ഔലിയുണ്ട് എന്നാ പറയുന്നത്. ഇവിടെ ഔലിയ പോയിട്ട് ഒരു പൂമോനുമില്ല, ഒരു മനുഷ്യനുമില്ല അവിടെ. കാരണം അവിടെ ഒരു കല്ലുണ്ടായി, അത് ഏതോ ഒരു മഴവെള്ളപ്പാച്ചിലോ എങ്ങനെയെങ്കിലും ഒലിച്ചു വന്ന് നിന്നൊരു കല്ലായിരിക്കും അത്. ആ കല്ല് ഇന്ന് ജാറമാക്കിക്കൊണ്ട് ആ കല്ലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജാറമില്ല സുഹൃത്തുക്കളെ, അവിടെ ഒരു മയ്യത്ത് പോലുമില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നാം എല്ലായിടത്തും, അതായത് ഓരോ കിലോമീറ്റർ കണക്കിന് ഓരോ ജാറങ്ങളും നമുക്ക് കാണാം. എങ്ങനെയാണ് ഈ കിലോമീറ്റർ കണക്കിന് ജാറങ്ങൾ ഉണ്ടാകുന്നത്? എൻ്റെ ഉമ്മമാരോടാ പറയണത്, ബുദ്ധിയുള്ള ഉമ്മമാരോടാ പറയുന്നത്, എൻ്റെ പെങ്ങന്മാരോടാ പറയണത്. എങ്ങനെയാണ് ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഓരോ കിലോമീറ്ററിലും ഓരോ പള്ളിയുടെ മുമ്പിലും ഓലിക്ക് വരുമാനം ഉണ്ടാകാൻ ഓരോ ജാറങ്ങൾ? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് സഹാബിമാർ മരിച്ചു കിടക്കുന്ന ഖബറുകളില്ലേ അവിടെ, അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഖബർ പിന്നീട് ഉയർന്നു വന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ മുഴുവൻ വഫാത്തായി കിടക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യ, ഫലസ്തീന്, ഇറാഖ്, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഖബർ പൊട്ടിമുളക്കാത്തത്? എന്തുകൊണ്ട് കേരളത്തിലെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ മാത്രം ഈ ഖബറുകൾ ഇങ്ങനെ കൂന് പൊന്തുന്നത് പോലെ പൊന്തുന്നത്? ഇതിന് പേരില്ല, മുനമ്പത്ത് ബീവി ജാറം. ചിന്തിച്ചു നോക്ക്, മുനമ്പത്ത് ബീവി, ഒരു ആണിന്റെയും പെണ്ണിന്റെയും മൃതശരീരം ഒരു കടലിലൂടെ ഒഴുകി വന്നതാണ്. ഈ ഒഴുകി വന്ന മൃതദേഹം ഇന്ന് മുനമ്പത്ത് ബീവിയായി മാറി. അതുപോലെ മരണപ്പെട്ടു പോയ പല, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ജാറങ്ങൾ പോലും ഇന്ന് കേരളത്തിൽ കാണാം. അതായത് ഹിന്ദുക്കളുടെ ജാറങ്ങൾ പോലും ഇന്ന് കേരളത്തിലുണ്ട്. എത്രയാൾ, അതായത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ ഖബർ ഇന്ന് ജാറമാക്കി. എന്താണ് സുഹൃത്തുക്കളെ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അതോ ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റാണ് ഈ ജാറപൂജ, അതായത് ശിർക്ക്. ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. സബയിൽ മൂപ്പിക്കാത്തിലെ തന്നെ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ശിർക്ക്. അതായത് അള്ളാഹു പൊരുത്തപ്പെട്ടു തരാത്ത തെറ്റുകളിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന തെറ്റാണ് ഈ കേരളത്തിലെ സമസ്ത അതായത് 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പൊരുത്തപ്പെട്ടു തരാത്ത തെറ്റാണ് 24 മണിക്കൂറും ചെയ്യുന്നത്. അതോ റമളാൻ മാസം 27-ാം രാവിന്റെ അന്ന് പോലും ജാറപൂജ നടത്താൻ പോവുകയാണ് ഇവിടുന്ന്. അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ആരാന്ന് ആർക്കും അറിയില്ല. അവിടെ ജാറുണ്ടോ ഖബറുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി ഖബറുണ്ടായിക്കോട്ടെ, അള്ളാന്റെ പ്രവാചകന്റെ ഖബറിൽ പോയിട്ട് പോലും പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് വഫാത്തായി പോയ റസൂലി നമ്മളിവിടെ ചെല്ലണം, പിന്നെ മജ്‌ലിസുന്നൂർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന്. അള്ളാന്റെ പ്രവാചകൻ ആയിഷ ബീവി പട്ടിണി കിടന്നിട്ട്, അള്ളാന്റെ പ്രവാചകൻ മരിച്ചു പോയിട്ട് ആയിഷ ബീവി പട്ടിണി കിടന്നിട്ട് ഒരു വളക്കിൽ മണ്ണെണ്ണ പാരാൻ പോലും ഇല്ലായിട്ട് ആയിഷ ബീവിക്ക് അള്ളാന്റെ പ്രവാചകൻ 1 ലിറ്റർ മണ്ണെണ്ണ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല.
ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പുറത്തെ പെണ്ണിന്റെ ജൂതപ്പെണ്ണിന്റെ പെരിയിൽ പോയിട്ടാണ് ആയിഷ ബീബി വിളക്കെത്തിച്ചിരുന്നത്. ഇത്രത്തോളം കാര്യങ്ങൾ ഇസ്ലാമിൽ തെളിവുണ്ടായിട്ടും കരളിന്റെ കരളമായ ഫാത്തിമ ബീവിയുടെ അടുക്കിക്ക് അള്ളാന്റെ റസൂലൊന്നും വന്നിട്ടില്ല. അത്രയും ഇഷ്ടപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലൊന്നും വന്നിട്ടില്ല. ഈ അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കബറടക്കണമെന്ന്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനാസ കബറടക്കിയത് 3 ദിവസം കഴിഞ്ഞിട്ടാ. എന്താ കാരണം? അള്ളാഹിന്റെ റസൂലിന് വന്ന് പറഞ്ഞാൽ മതി എന്നല്ലേ? എന്താ നിങ്ങൾ ഇന്നെങ്ങനെ കടത്തിക്കണത്? ഒന്ന് കൊണ്ടുപോയി കബറടക്കി. എന്താ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ല? മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവര് ഈ ദുനിയാവ് കാണൂല. സൂറത്ത് യൂൻസിലല്ലേ അള്ള പറയുന്നത്, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഇനി അഥവാ കേട്ടാലോ അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല എന്ന്. എന്നിട്ട് ഈ ഖുർആനൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ആരെങ്കിലും ഈ അഹമ്മദ് കോയും ആറ്റക്കോയി എഴുതിയ കിതാബുകൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. ഇന്ന ആള് എഴുതിയ കിതാബാണ്, അതിൽ മരിച്ചോല് കേട്ടുക്കണോന്ന് പറഞ്ഞിട്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഒരാളെ അള്ളാഹു താല മരിപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ അവന്റെ ദുനിയാവിലെ കളശം പോയി. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തല വെട്ടിപ്പൊളിച്ചുമ്പോഴെങ്കിലും ഒന്ന് കണ്ണ് തുറന്നു നോക്കൂലേ? ഈ മരിച്ചോലി എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആ കണ്ണൊന്ന് തുറന്നു നോക്കൂലേ ഉമ്മമാരെ? ഇല്ലേ? അതായത് അവന്റെ തല 2 കഷ്ണാക്കിയിട്ട് ചുറ്റിക്കെടുത്ത് പൊലിച്ചുമ്പോ ഒന്ന് കണ്ണിന്റെ പീലി അനങ്ങൂലേ? അങ്ങനെ ഒരാൾക്ക് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മരിച്ച ആള് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, ഇനി അത് വേണ്ട, മരിച്ച ആൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരം ചീഞ്ഞു പോകുമ്പോ അതിന്റെ നാറ്റം സഹിച്ചിട്ട് അയാൾ എങ്ങനെ കബറിൽ കിടക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കാണ്. സ്വന്തം ശരീരം പൊട്ടി ഒലിച്ചിട്ട് കൂടി പീക്കൾ ഇങ്ങനെ നൊഞ്ഞുമ്പോ ഈ മരിച്ചോല് കാണുന്നു, അവർക്ക് വല്ല മണം പിടിച്ചാലേ കൈകൊണ്ടെന്നുണ്ടെങ്കിൽ അവർ കബറിൽ നമ്മളെ ശരീരം ചീണ മണം അവർക്ക് കിട്ടൂലേ? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമോ സുഹൃത്തെ? ഒന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ അമ്മമാരെ. ഈ സമസ്ത എന്ന പ്രസ്ഥാനം നിങ്ങളെ കൊണ്ടുപോകുന്നത് കത്തിയാളുന്ന ഭയാനകരമായ നരകക്കുണ്ടിലേക്കാണ്. ഇനിയും മനസ്സിലാക്കാത്ത ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളൊന്ന് ഖുർആനിലേക്ക് മടങ്ങണേ. വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കണേ. എത്രയോ ആയത്തുകളിലൂടെ അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, മരിച്ചവർ കേൾക്കില്ല എന്നും അവരോട് പോയി പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ടെന്നും, മരണപ്പെട്ടവരോട് പോയി പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? ഖുർആനാ പറയണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഭക്ഷണ സാധനം ഒരു ഈച്ച എടുത്ത് റാഞ്ചിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഈച്ചയുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വാങ്ങിക്കാൻ പോലും കഴിവില്ലാത്തവരല്ലേ നിങ്ങള്? അതുപോലെ ഈത്തപ്പരക്കുനുവിന്റെ പാട പോലും സ്വന്തമായി നിങ്ങളുടെ കയ്യിൽ വെക്കാൻ കഴിയാത്ത ഇവരെങ്ങനെയാണ് മരിച്ചു പോയിട്ട് നിങ്ങളെ വിളിച്ചു തേടിയാലറിയാം? ഇനി ഇതൊന്നും വേണ്ട. ഈ അജ്മീർ ഹാജ മരിക്കുന്ന സമയത്ത് അയാൾക്ക് മലയാളം അറിയുമോ? എന്നിട്ട് ഇവിടെ കിടന്നിട്ട് യാ ശൈഖ് മുഹീദ്ദീൻ ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടാന്ന് പറഞ്ഞാല് ഈ മലയാളം പോലും അറിയാത്ത അജ്മീർ ഹാജ എവിടുന്നാണ് കേൾക്കുക? നിങ്ങളൊക്കെ കഴിക്കുന്നത് ഭക്ഷണമല്ലേ ഉമ്മമാരെ? അജ്മീർ ഹാജ മലയാളം അറിയാത്ത അജ്മീർ ഹാജ എങ്ങനെയാണ് ഇവിടുന്ന് കേൾക്കുക? മരിച്ചോര് കേൾക്കൂല, പ്രവാചകൻ പോലും കേൾക്കൂല. ഇനി നിങ്ങൾക്ക് അവസാനമായി ഞാനൊരു ആയത്ത് പോലും ഓതിത്തരാം. അതായത് നാളെ ഖബറിൽ നിന്നും നമ്മളെല്ലാവരും എണീറ്റ് വരുമ്പോ എല്ലാരും പറയുന്നൊരു വാക്കുണ്ട്. അത് സൂറത്ത് യാസീൻ ഇങ്ങനെ മരിച്ചോടത്ത് ഓതാനതല്ല. ഈ സൂറത്ത് യാസീന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊന്നാര ഉമ്മമാരെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും നാളെ ഖബറിന്ന് എണീക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദുർ റഹ്മാൻ വസദഖ സലൂൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ച് എണീപ്പിച്ചത് എന്ന് ഓരോ മനുഷ്യരും നാളെ ഖബറിൽ കിടന്ന് വിലാപം പറയുന്ന ഒരു രംഗമുണ്ട്. നാം മരിച്ചവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ ഖബറിൽ കിടന്ന് ഇങ്ങനെ ഒരു സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അപ്പോൾ മനസ്സിലാക്കുക സഹോദരന്മാരെ, മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ നിന്ന് ഒരു ഇല അനങ്ങുന്നത് പോലും അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. ഒരു സെക്കൻഡ് പോലും ദുനിയാവുമായിട്ട് അവർക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പരമമായ സത്യമാണ്. അല്ലാഹു തആല അതനുസരിച്ച് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ഏകനായ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.